ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെറോൺസ് ഫോർമുലയിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് triangles are 5 cm, 12 cm and 13 cm. Find the length of perpendicular from the opposite vertex to the side length 13 cm. അപ്പോൾ നമുക്ക് തന്നത് സൈഡ് ലെങ്ത്തുകൾ തന്നത് മൂന്ന് സൈഡ് ലെങ്ത്തും തന്നിട്ടുണ്ട്, 5, 12, 13. അപ്പോൾ 13 സെൻറ്റിമീറ്ററിലേക്കാണ് നമ്മൾ ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് 13 സെൻറ്റിമീറ്ററിലേക്കാണ്. അങ്ങനെയാണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഏരിയ അല്ല, സി ഡിയുടെ ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സി ഡിയുടെ ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ഏരിയ കാണുക. ഏരിയ കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് സൈഡ് ലെങ്ത്തിലേക്ക് എത്താം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ എസ് മൈനസ് എയും ബിയും സിയൊക്കെ ഒന്ന് എഴുതി വെക്കാം. എ ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ബി 12 സെൻറ്റിമീറ്റർ, സി 13 സെൻറ്റിമീറ്റർ. ഇത് കാണാം. എസ് എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. 5 പ്ലസ് 12 പ്ലസ് 13 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 12 പ്ലസ് 13 എന്ന് പറയുമ്പോൾ 30 കിട്ടും. 30 ബൈ 2 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇനി നമ്മൾ എസ് കിട്ടിക്കഴിഞ്ഞു. ഇനി എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ 15 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 10. അടുത്തത് 15 മൈനസ് 12 ഈക്വൽ ടു 3. നെക്സ്റ്റ് 15 മൈനസ് 13 ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇനി നമുക്ക് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എസ് 15 ആണ്. അപ്പോൾ 15 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് വരും. ഓരോന്നിനെ എഴുതാം, പ്രോഡക്റ്റാക്കി എഴുതാം. 15നെ 3 ഇൻറ്റു 5 എന്ന് എഴുതി, 10നെ 5 ഇൻറ്റു 2, 3 ഇൻറ്റു 2 അതുപോലെ എഴുതി. ഇനി നമുക്ക് പെയറാക്കാം. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അതിനെ റൂട്ടിനെ ഔട്ട് സൈഡിലേക്ക് എടുത്തു. 5 ഇൻറ്റു 5ൽ ഒരു 5നെ ഞാൻ ഔട്ട് സൈഡിലേക്ക് എടുത്തു. 2 ഇൻറ്റു 2 എന്നും ഒരു 2നെ ഔട്ട് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 5 ഇൻറ്റു 2 എന്ന് കിട്ടി. അപ്പോൾ 5 ഇൻറ്റു 2 10 ആണ്. 10 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 30 കിട്ടും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് റൂട്ടിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാത്തവർ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക കേട്ടോ. ഏരിയ കാണാൻ നമ്മൾ സാധാരണ ഏരിയ കാണാൻ എങ്ങനെയാണ്? ഹാഫ് ബി എച്ച് യൂസ് ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ ഹാഫ് ബി എച്ച് യൂസ് ചെയ്തിട്ട് ഏരിയ കിട്ടുന്നതും ഹെറോൺസ് യൂസ് ചെയ്ത് ഏരിയ കിട്ടുന്നതും സെയിം തന്നെ ആയിരിക്കും. വി ഹാവ് ടു ഫൈൻഡ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. therefore we know that area is equal to area of triangle is equal to half BH. ഹാഫ് ബി എച്ച് ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഹാഫ് ബി എച്ചിൽ ആ ഏരിയ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു 30. നമുക്ക് ഹൈറ്റ് ആണ് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് ഹാഫിനെ ഈ 2 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ബി എച്ച് ഈസി ഇവിടെ ബി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബി എന്ന് പറയുന്നത് 13 ആണല്ലേ. അപ്പോൾ 13H ഈസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈൻ ആകും അല്ലേ. അപ്പോൾ 30 ഇൻറ്റു 2 എന്ന് വരും. 30 ഇൻറ്റു 2, 13H ഈസ് ഈക്വൽ ടു 60 എന്ന് വരും. 13H ഈസ് ഈക്വൽ ടു 60. therefore H ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 13. ഇപ്പോൾ 60/13 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെസിമൽ പ്ലേസ് വരെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ 60 ഡിവൈഡ് ബൈ 13 ചെയ്താൽ മതി. ഇപ്പോൾ എത്ര കിട്ടും? 4.61 എന്ന് കിട്ടും. 4.61 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഹൈറ്റ് ആണ്, അതുകൊണ്ടാണ് സെൻറ്റിമീറ്ററിൽ എഴുതിയത്. ഏരിയ ആകുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് എഴുതുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇത്. അടുത്ത എക്സാമ്പിൾ 2 ആണ്. എക്സാമ്പിൾ 1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ 2 നോക്കാം. എ ട്രയാങ്കുലർ പാർക്ക് എ ബി സി ഹാസ് സൈഡ്സ് 120 മീറ്റർ, 80 മീറ്റർ ആൻഡ് 50 മീറ്റർ. എ ഗാർഡൻ ദാനിയ ഹാസ് ടു പുട്ട് എ ഫെൻസ് ഓൾ അറൗണ്ട് ഇറ്റ് ആൻഡ് ഓൾസോ പ്ലാന്റ് ഗ്രാസ് ഇൻസൈഡ്. ഹൗ മച്ച് ഏരിയ ഡസ് ഷീ നീഡ് ടു പ്ലാന്റ്? ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് ഫെൻസിങ് ഇറ്റ് വിത്ത് ബർബേർഡ് വയർ അറ്റ് ദി റേറ്റ് ഓഫ് 20 rupees per meter, leaving a space 3 meter wide for a gate on the side.
അപ്പോൾ അവർക്ക് ഗ്രാസ് പ്ലാന്റ് ചെയ്യണം നോക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഏരിയ കാണണം അല്ലേ? ഈ പോർഷൻ്റെ ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഏരിയ കാണണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഫെൻസ് ചെയ്യാൻ വേണം. ഫെൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചുറ്റുമാണ് ഫെൻസ് ചെയ്യുക അല്ലേ? ഫെൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗേറ്റിൻ്റെ 3 മീറ്റർ ഇവിടെ മാത്രം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് വേണം ഫെൻസ് ചെയ്യാൻ. നമുക്ക് ആദ്യം തന്നെ ഏരിയ ഫൈൻഡ് ചെയ്യാം. ഫോർ ഫൈൻഡിങ് ഏരിയ ഓഫ് ദി പാർക്ക്, ഏരിയ ഓഫ് ദി പാർക്ക്. ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. വി ഹാവ് എ ഈസ് ഈക്വൽ ടു 50 മീറ്റർ, ബി ഈസ് ഈക്വൽ ടു 80 മീറ്റർ ആൻഡ് സി ഈസ് ഈക്വൽ ടു 120 മീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഏരിയ കാണുന്ന സമയത്ത് നമുക്ക് ഇതിന് ഫുള്ളായിട്ടുള്ള ഭാഗവും വേണം, ഈ ട്രയാങ്കിൾ മുഴുവനായിട്ട് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെയുള്ള ഈ ഗേറ്റിൻ്റെ പോർഷൻ ഒഴിവാക്കുന്നില്ല. അപ്പോൾ മുഴുവനായിട്ടാണ് നമുക്ക് ഏരിയ കണ്ട, ആ ഫ്ലോർ ഭാഗം ഫുള്ള് വേണം. അതുകൊണ്ട് ഏരിയ കാണുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് എടുക്കുക. അപ്പോൾ എ ബി സി കിട്ടി. ഇനി എസ് ഫൈൻഡ് ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 50 പ്ലസ് 80 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 50 പ്ലസ് 80 പ്ലസ് 120 എന്ന് പറയുമ്പോൾ 120 പ്ലസ് 80 200, 200 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 250 എന്ന് വരും. 250 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 125 മീറ്റർ. അപ്പോൾ എസ് കിട്ടിക്കഴിഞ്ഞു. ഇനി എസ് മൈനസ് എ ഈസ് ഈക്വൽ ടു 125 മൈനസ് 50 വിച്ച് ഈസ് ഈക്വൽ ടു 125 മൈനസ് 50 എന്ന് പറഞ്ഞാൽ 75 കിട്ടും. അതുപോലെ എസ് മൈനസ് ബി 125 മൈനസ് 80 ഈസ് ഈക്വൽ ടു 45. എസ് മൈനസ് സി ഈക്വൽ ടു 125 മൈനസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. എസ് എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പോൾ 125 ഇൻറ്റു 75 ഇൻറ്റു 45 ഇൻറ്റു 5. ഇപ്പോൾ എ ബി സി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. 125ന് 25 ടൈംസ് 5, 75 25 ടൈംസ് 3, 45 9 ഇൻറ്റു 5 ആൻഡ് ഈ 5 അതുപോലെ എഴുതി. ഇനി ഇതിനെ പെയർ ചെയ്യാം. പെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് 25ൻ്റെ റൂട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 5 വരും. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ 5 വരും. അപ്പോൾ 5 ഇൻറ്റു 5 25 തന്നെയാണ് വരിക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, 2 എണ്ണം ഒരുപോലെ വരുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഔട്ട് സൈഡിലേക്ക് എഴുതി. 25 ഇൻറ്റു ഈ 5 എന്ന് ഒരെണ്ണം എഴുതി. പിന്നെ വരുന്നത് 9 ആണ്. 9ൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 3 ആണ്. പിന്നെ ബാക്കി വരുന്നത് ഇത് രണ്ടുമാണ്. അതിന് പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതി. 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി കൊടുത്തു, 15 എഴുതി. അപ്പോൾ ഇവിടെ 25 ഇൻറ്റു 5 ഇൻറ്റു 3. അപ്പോൾ 5 3s ആർ 15 ആണ്. അപ്പോൾ 15 ഇൻറ്റു 25, 15 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 25 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 125 ഇൻറ്റു 3. 5 3s ആർ 15, 1 2 3s ആർ 6 പ്ലസ് 1 7, 1 3s ആർ 3, 375 എന്ന് വരും. അപ്പോൾ 375 റൂട്ട് 15 ആൻസർ വരും. 375 റൂട്ട് 15. ഇത്രയാണ് ഏരിയ വരുന്നത്. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. നമുക്ക് മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഏരിയ വരുന്നത് മീറ്റർ സ്ക്വയറിലാണ്. ഇനി നമുക്ക് ഇവിടെ ഫെൻസ് ചെയ്യേണ്ടത് കാണണം, അതുകൊണ്ട് തന്നെ പെരിമീറ്റർ നോക്കണം. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദി പാർക്ക്, ഓൾസോ പെരിമീറ്റർ ഓഫ് ദി പാർക്ക് 50 പ്ലസ് 80 പ്ലസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 250. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 250 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ 3 മീറ്റർ ഗേറ്റ് വരുന്നുണ്ട്. 3 മീറ്റർ ഗേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഫെൻസ് ചെയ്യുന്നത്. ഈ ചുറ്റുഭാഗത്താണ് നമ്മൾ ഫെൻസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗേറ്റ് ഒഴിവാക്കാം. ഗേറ്റ് ഒഴിവാക്കിയിട്ട് വരുമ്പോൾ 3 മീറ്റർ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ 250 മീറ്റർ ആണ് നോർമലി നമുക്ക് പെരിമീറ്റർ വരുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല ഫെൻസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 മീറ്റർ കട്ട് ചെയ്യാം. Therefore, the length of wire needed for fencing is equal to 250 മീറ്റർ ആണ്. അപ്പോൾ 250 മൈനസ് 3 മീറ്റർ. 3 മീറ്റർ ലെഫ്റ്റ് ചെയ്യുന്ന എന്താണ്, ഗേറ്റിൻ്റെ ആണ്. ടു ബി ലെഫ്റ്റ് ഫോർ ഗേറ്റ്
250 - 3 = 247 മീറ്റർ. നമുക്ക് 247 മീറ്റർ മാത്രമേ ഫെൻസ് ചെയ്യാനുള്ള വയറിൻ്റെ ലെങ്ത്ത് വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിനി കോസ്റ്റ് കാണാം. ആൻഡ് so the cost is equal to cost of fencing is equal to ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കോസ്റ്റ് എത്രയാണ് തന്നത്. അറ്റ് ദി റേറ്റ് ഓഫ് 20 rupees per meter. ഒരു മീറ്ററിന് 20 rupees ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് 247 മീറ്ററിനുള്ള കോസ്റ്റാണ്. 247 മീറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 20 × 247 ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ 2 × 247 എന്ന് പറയുമ്പോൾ 494 വരും. ഇവിടെ ഒരു 0 ഉണ്ട്, ആ 0 കൊടുക്കാം. അപ്പോൾ എത്ര ആൻസർ വരിക? 4940 rupees ആണ്. ഇത്രയും റുപ്പീസാണ് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫെൻസ് ചെയ്യാൻ വേണ്ട വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 247 മീറ്ററാണ്. ഇവിടെ വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 4940 rupees ആണ്. പിന്നെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 375 √ 15 m² ആണ് ഏരിയ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.